ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇതിൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. എൻ്റെ അതിപ്പോൾ ഞാനൊരു 5 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ എൻ്റെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സൊക്കെ ആയിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തതിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി മുതൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും മേക്കപ്പ് വീഡിയോസും അൺബോക്സിങ്ങും റിവ്യൂവും ഒക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് കുറച്ച് ഞാൻ ഒരു ഹൗസ് വൈഫാണ്. സോ ദാറ്റ് ഇനി ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പഠിത്തത്തിലേക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ വ്ളോഗ്സിലൂടെ തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് വലിയധികം കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ആക്ച്വലി ഈ 5-6 ദിവസമായിട്ട്. പക്ഷേ എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് താങ്ക് യു സോ മച്ച്. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ പുറകെ വരുന്നതായിരിക്കും. ഇനി ഞാൻ എന്നെക്കുറിച്ചുള്ളൊരു ഇൻട്രോ പറയാം. എൻ്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ ഒരു ഇടുക്കിക്കാരിയാണ്. വീട്ടിൽ ഹസ്ബൻഡും മോളുമാണ് ഉള്ളത്. മോൾക്ക് 2.5 വയസ്സാവുന്നേ ഉള്ളൂ. നിഹാര എന്നാണ് പേര്. എന്നെ വീട്ടിൽ വിളിക്കുന്നത് പൊന്നു എന്നാണ്. സോ പൊന്നുവും നിഹാരയും കൂടെ ചേർന്നിട്ടാണ് പൊന്നാര ടോക്സ് എന്നും പറഞ്ഞ് നമ്മുടെ ചാനൽ നെയിം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പൊന്നാര ടോക്സ് കയറി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞു, ഞാനൊരു ഹൗസ് വൈഫാണ്. വീട്ടിലിരുന്നിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും മെയിൻലി എൻ്റെ ചാനലിൽ വരുള്ളൂ. അപ്പം അതല്ലാതെയും പുറത്ത് പോയി ഇടുക്കിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ നിയർ ബൈ പ്ലേസസിലാണെങ്കിൽ പോലും നല്ല നല്ല വ്യൂസ് കാണാനുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ വീഡിയോ ഇടാമോ അങ്ങനത്തെ വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും കേട്ടോ. ആൻഡ് മോൾ ഉറങ്ങുവാണ്. ആ ടൈമിലാണ് ഞാൻ എടുക്കണേ. അവൾ അംഗൻവാടിയിലൊന്നും പോകാറായിട്ടില്ലല്ലോ. അപ്പം ആ ടൈമിലാണ് ഞാനിതൊക്കെ എടുക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ആൻഡ് എനിക്ക് വലിയ സപ്പോർട്ടീവ് സിസ്റ്റം ഒന്നും എൻ്റെ പുറകിലില്ല കേട്ടോ. ആക്ച്വലി ഞാൻ തന്നെത്താനെ ആഗ്രഹിച്ചു. ഞാൻ ഒരു 2 വർഷം മുന്നേ തന്നെ ഞാനിത് ആഗ്രഹിച്ച കാര്യമായിരുന്നു. എനിക്കൊരു ചാനൽ തുടങ്ങണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൽ ഏർണിങ്സ് ഉണ്ട് അതൊന്നും വിചാരിച്ചിട്ടല്ല. എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് ഹാപ്പിനെസ്, കുഞ്ഞു ഹാപ്പിനെസ്സും, അല്ലെങ്കിൽ നമുക്ക് സംടൈംസ് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ വിചാരിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും അത് ഷെയർ ചെയ്യാം. അപ്പം നമുക്കൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ ആദ്യമേ ഒരു 2 വർഷം മുന്നേയൊക്കെ ഓർത്ത് ഒരു ചാനൽ തുടങ്ങി. ആ ചാനൽ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. ആൻഡ് പിന്നെ ഞാൻ തുടങ്ങി ഈ ചാനൽ വെച്ചിരുന്നു. പക്ഷേ ഞാനിതിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുഞ്ഞിനെ വിടാറാകും. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സസൊക്കെ ആയിട്ട് പോകുമ്പം എനിക്കിത് ഒരു സൈഡിൽ എനിക്കൊരു ഹാപ്പിനെസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. നമ്മുടെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് പൊതുവിൽ കുറച്ച് ലിമിറ്റേഷൻസ് കൂടുതലായിരിക്കും. ഒന്നുമില്ലാത്തവരാണെങ്കിലൊക്കെ അങ്ങനെ ഇരിക്കാം. എന്നാൽ ഒത്തിരി ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറേ എക്സ്പോഷർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് ചെയ്യണം, പക്ഷെ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം എനിക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിനെന്തെങ്കിലും പോരായ്മകൾ ഞാൻ എടുക്കുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ പറയാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ അടുത്തടുത്ത വീഡിയോസിൽ കാണിക്കാം. ആൻഡ് നമ്മൾ മെയിൻലി ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. ആൻഡ് നമുക്ക് പയ്യെ സ്റ്റാർട്ടപ്പ് ആയതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, പോകെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാവേ. അപ്പം ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റവും ഇല്ല കേട്ടോ. ഒരു സപ്പോർട്ടീവ് സിസ്റ്റവും ഇല്ല. നീ ഒരു ചാനൽ തുടങ്ങുകയാണോ, നിനക്കൊരു വീഡിയോ എടുത്തു തരാം എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എനിക്കില്ല. ആൻഡ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പോലും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞെങ്കിൽ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഒരു എഫേർട്ടിൽ, എനിക്ക് ഫോൺ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അല്ലാതെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോണിൽ ഉണ്ടായിരുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എഫേർട്ട് ഇട്ടത് കൊണ്ട് മാത്രം എനിക്കിപ്പോൾ ഒരു ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ
ആരെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈസിലി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ മടിച്ചിരിക്കും തോറും നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. അത് വിചാരിച്ചും അത് അറിഞ്ഞുകൊണ്ടും തന്നെ ഞാൻ ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇതൊരു രസമാണ് കേട്ടോ. രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരുണ്ട് സംസാരിക്കാൻ. പലപ്പോഴും നമ്മളെ കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരുപാട് ആൾക്കാരുള്ളിടത്താണ് നമ്മൾ ജീവിച്ച് പോകുന്നതല്ലേ, ഞാനടക്കം. അപ്പം നമ്മളെ കേൾക്കാൻ കുറച്ച് പേരുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ കൺഫേം ആയിട്ടും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് പോകും. പിന്നീട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം കേട്ടോ. എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടുന്നില്ലേ, അതുപോലെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എഫേർട്ട് ഇടുന്നില്ലേ. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കാൻ, അവരെയൊക്കെ നോക്കി നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ എഫേർട്ട് ഇടുന്നില്ലേ. ആ എഫേർട്ടിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ പോട്ടെ ഒരു 3 മിനിറ്റോ ഒക്കെ എടുത്ത് നിങ്ങൾക്കൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കും ഒരു ഹാപ്പിനെസ് ഫോളോ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും ചാനൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് താമസിച്ചിട്ടൊന്നുമില്ല, അങ്ങ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിലിരുന്നിട്ട്, എൻ്റെ ഒരു ഫോൺ ക്യാമറയാണ്, എന്നാലും ഞാൻ എൻ്റെ ക്യാമറയുടെ മുന്നിലിരുന്നിട്ട് ഞാൻ ഇത്രത്തോളം സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാൻ പറ്റണം. അത് സക്സസ് ആവും, ഇന്നല്ലെങ്കിൽ നാളെ അത് സക്സസ് ആവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇങ്ങനത്തെ കുറച്ച് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടും കേട്ടോ. കാരണം അത് ജീവിത പാഠമാണ്. എന്താ പറയുക, ഒരു 23 ഏജിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആ ഏജ് തൊട്ട് ഇപ്പം വരെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. നേരത്തെ ആണെങ്കിൽ വളരെ കുട്ടിക്കളിയായിട്ടിരിക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേങ്കിൽ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി. ഇതെനിക്ക് ഒരു വിജയമാക്കി മാറ്റണം അങ്ങനെയൊന്നുമല്ല, പക്ഷേ കളിയാക്കുന്ന കുറച്ച് ആൾക്കാർക്കിടയിൽ നമുക്കൊരു വില ഉണ്ടാക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആക്കണം. അതെനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാനത് പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കും പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നതെന്ന്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ പൈസയല്ല മെയിനായിട്ടുള്ളത്. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. എനിക്കിത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ 2 വർഷം മുന്നേ ഞാൻ തുടങ്ങിയ ചാനലെല്ലാം ഡിലീറ്റാക്കി കളഞ്ഞതും. ഓക്കെ, അപ്പം നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ ഇൻട്രോ ആയിട്ട് എടുത്താൽ മതി എന്നാണ്, പക്ഷെ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു പോയി. ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഭയങ്കര ആഷ്ബുഷ് സംഭവത്തിലൊന്നും എനിക്ക് എൻ്റെ വീഡിയോസ് ഒന്നും അവതരിപ്പിക്കാൻ അറിയത്തില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. സോ അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് ഭയങ്കര ഒരു താങ്ക്സ് കേട്ടോ.